ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് റിഗ്രഷൻ അനാലിസിസ്. കോറിലേഷൻ്റെ ഒരു ബാക്കി പോലെ തന്നെ വരുന്നതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനാണ് കോറിലേഷൻ യൂസ് ചെയ്തത്. റിഗ്രഷൻ ആയിക്കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ എങ്ങനെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഒന്ന് ഡിമാൻഡ്, ഒന്ന് സപ്ലൈ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഒരു നിശ്ചിത സംഖ്യയാണെങ്കിൽ സപ്ലൈ എത്രയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് റിഗ്രഷൻ. അതായത് ഒരു നോൺ വാരിയബിൾ വെച്ച് ഒരു അൺനോൺ വാരിയബിൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിനെ നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ടിൽ കൂടുതൽ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഒരു വാരിയബിളിൻ്റെ ഇവിടെ നമുക്ക് രണ്ട് തരം വാരിയബിൾ ഉണ്ടാവും. ഒരു ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വാരിയബിളും. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ വെച്ചുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് വാരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫോർമലായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു MM Blair, റിഗ്രഷൻ അനാലിസിസ് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾ ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ഡാറ്റ. അതായത് ഇവിടെ ഒന്നിൽ കൂടുതൽ വാരിയബിൾസിൻ്റെ ആവറേജ് റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നത് അതിൻ്റെ ഒറിജിനൽ യൂണിറ്റ് ഓഫ് ഡാറ്റ വെച്ച്. മെയിനായിട്ട് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത് ഒരു നോൺ വാരിയബിൾ വെച്ച് ഒരു അൺനോൺ വാരിയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റിഗ്രഷൻ്റെ യൂസസ് എന്ന്. ഇറ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾസ്. ഒന്നിൽ കൂടുതൽ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഗ്രഷൻ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ദി വാരിയബിൾ ടൂൾ for solving many problems of economic and business research. എക്കണോമിക്കലിയും ബിസിനസ്സിലെയും പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ നമുക്ക് റിഗ്രഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് പ്രൊഡക്ഷൻ, സെയിൽസ്, പ്രോഫിറ്റ്, ഇൻകം എക്സെട്ര. നമുക്ക് ഫിനാൻഷ്യലി പറയാവുന്ന ഏത് വാരിയബിളിൻ്റെ പ്രഡിക്ഷൻ നടത്താനോ എസ്റ്റിമേഷൻ നടത്താനോ നമുക്ക് റിഗ്രഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് മെഷർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ടു. റിഗ്രഷൻ വെച്ചിട്ട് നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനും പറ്റും. സോ ഇത്രയാണ് ഇതിൻ്റെ യൂസസ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. First one, correlation is used to represent a linear relationship between the given variables. രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രഷൻ ഈസ് യൂസ്ഡ് ടു ഫിറ്റ് ദ ബെസ്റ്റ് ലൈൻ ടു എസ്റ്റിമേറ്റ് വൺ വാരിയബിൾ ബേസ്ഡ് ഓൺ ദി അതർ. ഒരു വാരിയബിളിനെ വെച്ചുകൊണ്ട് മറ്റ് വാരിയബിളിൻ്റെ പ്രഡിക്ഷൻ നടത്താൻ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾ എന്ന് പറയുന്നത് റിഗ്രഷനാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ് ടു വിച്ച് ടു വാരിയബിൾസ് മൂവ്. കോറിലേഷൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതേപോലെ തന്നെ ഹൈ ആണോ ലോ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ ഇൻഡിക്കേറ്റ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് സച്ച് ചേഞ്ച്. അതായത് ഇങ്ങനെയുള്ള നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ ഹൈയോ ലോ ഒക്കെ ആവാം. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താവും എന്ന് മനസ്സിലാക്കാൻ റിഗ്രഷനിലൂടെയാണ് സാധിക്കുക. നെക്സ്റ്റ്, there will not be any change in coefficient of correlation even if the dependent and independent variable are changed. നമുക്ക് രണ്ട് വാരിയബിൾ ഉണ്ടാവും. ഒരു വാരിയബിളിനെ ഇൻഡിപെൻഡൻ്റ് ആക്കി ഒരു വാരിയബിളിനെ ഡിപ്പെൻഡൻ്റ് ആക്കി കഴിഞ്ഞാൽ ആ വാരിയബിളിൽ എന്ത് ചേഞ്ച് വന്നാലും അത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ ബാധിക്കില്ല. പക്ഷേ റിഗ്രഷൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളാണ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും. അത് നമുക്ക് പഠിക്കാം. അതിൻ്റെ വാല്യൂസിൽ ആ ഡിഫറൻസ് കാണാൻ പറ്റും എന്നാണ് റിഗ്രഷനിൽ പറയുന്നത്. നെക്സ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഈസ് നോട്ട് എ പ്രിക്വിസിറ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് കോറിലേഷൻ. കോറിലേഷൻ്റെ കേസിൽ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റിഗ്രഷനിൽ അത് രണ്ടും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ എക്സ് ഇൻഡിപെൻഡൻ്റ് ആവും അല്ലെങ്കിൽ വൈ ഇൻഡിപെൻഡൻ്റ് ആവും. കോറിലേഷൻ ഷോസ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് നോട്ട് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. നമുക്ക് എത്രയാണ് കോറിലേഷൻ്റെ വാല്യൂ എന്ന് മാത്രമേ
കോറിലേഷൻ സ്റ്റഡി എന്നുകൊണ്ട് മനസ്സിലാവുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ റിഗ്രഷൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, കോറിലേഷൻ ഈസ് കൺഫേംഡ് ടു ഓൺലി ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വാരിയബിൾസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഹാസ് ഓൺലി ലിമിറ്റഡ് ആപ്ലിക്കേഷൻ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനേ കോറിലേഷനുള്ളൂ. പക്ഷേ റിഗ്രഷന് കോറിലേഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി വൈഡർ ആപ്ലിക്കേഷൻ ഉണ്ട്. നെക്സ്റ്റ്, കോറിലേഷൻ ഈസ് നോട്ട് മച്ച് യൂസ്ഫുൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. കൂടുതൽ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് കോറിലേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ റിഗ്രഷൻ യൂസ് ചെയ്യാൻ പറ്റും. ദർ മേ ബി സ്പ്യൂരിയസ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അതായത് പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ പറ്റാത്ത കോറിലേഷൻ ഉണ്ടാവാം. പക്ഷേ റിഗ്രഷൻ്റെ കേസിൽ അങ്ങനത്തെ സ്പ്യൂരിയസ് ആയിട്ടുള്ള കോറിലേഷൻ ഉണ്ടാവില്ല. റിഗ്രഷൻസ് ഉണ്ടാവില്ല. അതായത് രണ്ട് വാരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് കോറിലേഷൻ്റെ റിഗ്രഷൻ്റെ ഡിഫറൻസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് റിഗ്രഷൻ. റിഗ്രഷൻ സ്റ്റഡി ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെയിനായിട്ട് 3 മെത്തേഡാണുള്ളത്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്, ലൈൻസ് ഓഫ് റിഗ്രഷൻ. ഇതിൽ ലൈൻസ് ഓഫ് റിഗ്രഷനാണ് പ്രോബ്ലംസ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡും ലീസ്റ്റ് സ്ക്വയർ മെത്തേഡും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫസ്റ്റ് നമുക്ക് നോക്കാം ഫ്രീ ഹാൻഡ് കർവ്. ഫ്രീ ഹാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡയഗ്രത്തിൽ എക്സ് ആക്സിസും വൈ ആക്സിസിലും നമ്മൾ 2 വാരിയബിളിനെയും കൊടുക്കും. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ആ വാല്യൂസ് തമ്മിൽ നമ്മളൊരു ഫ്രീ ഹാൻഡ് കർവ് കൈ വെച്ചിട്ട് ഒരു കർവ് വരയ്ക്കും. ആ കർവിൻ്റെ കുറുകെ ഒരു ലൈൻ വരച്ചുകൊണ്ട് റിഗ്രഷൻ മെഷർ ചെയ്യുന്നതാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഡോട്ട്സുകൾ തമ്മിൽ ഒരു ഫ്രീ ഹാൻഡായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അതിന് നേരെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈനിൻ്റെ ബേസിലാണ് നമ്മളിവിടെ റിഗ്രഷൻ സ്റ്റഡി ചെയ്യുന്നത്. ഇതാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലൈൻസ് വരച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറേ വാല്യൂസ് പ്ലോട്ട് ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ ലൈൻസ് വരച്ചുകൊണ്ട് ബെസ്റ്റ് ഫിറ്റ് കണ്ടുപിടിച്ചിട്ട് റിഗ്രഷൻ മെഷർ ചെയ്യുന്നതാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയാം. ഇവിടെ കണ്ടോ, എക്സിൻ്റെയും വൈൻ്റെയും വാരിയബിൾസൊക്കെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, ആ ഡോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഇത് രണ്ടും അത്ര വൈഡ്ലി യൂസിങ് മെത്തേഡ്സ് അല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി പഠിക്കാനുള്ളത് ലൈൻസ് ഓഫ് റിഗ്രഷൻ ആണ്. അത് പ്രോബ്ലമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.